പരിചിതമായ മുദ്രാവാക്യമല്ലേ? മർത്തോമ ട്രോഫിയുടെ സമയത്തൊക്കെ ഇവിടെ ആഘോഷിച്ചിരുന്ന നിമിഷങ്ങൾ ഞാനിപ്പോൾ വളരെ എന്താണ് പറയുന്നത്, വികാരപൂർവമായ നൊസ്റ്റാൾജിക് മൊമെന്റ്സ്. അത് പഴയ തലമുറയുടെ മുദ്രാവാക്യമാണ് കേട്ടത്. ഞങ്ങളുടെയും സീനിയർ ആയിട്ട് പഠിച്ച മോനായിച്ചാനാണ് വിളിക്കുന്നത്. തങ്കച്ചായൻ അന്നും ഇന്നും എന്നും ഇവിടുത്തെ ഒരു നിത്യ എന്തായാലും പറയുന്നത് ഒരു പ്രസൻസ് ആണ്, സാന്നിധ്യമാണ്. തങ്കച്ചായന്റെ തങ്സ് എന്നാണ് ഞങ്ങൾ അത് അറിയപ്പെട്ടിരുന്നത്. അവിടെയാണ് കുട്ടികളെല്ലാം വന്നുകൊണ്ടിരുന്നത്. ആ മൂലയ്ക്ക് നിന്നാണ് ഹോസ്റ്റലിൽ നിന്നും രാവിലെ 9:15 ഉച്ചയ്ക്ക് 1:15 ഒക്കെ നല്ല സുന്ദരികളായ പെൺകുട്ടികൾ വരുന്ന നിമിഷങ്ങൾ. ഇവിടെയൊക്കെ ഇരുന്ന് ഞങ്ങള് കോളേജിൽ പോകുമ്പോൾ പല മുഖങ്ങൾ കാണുമ്പോൾ എന്നെയും ഓർത്തിടണേ, ആ കലാഭവൻ മണിയുടെ പാട്ടൊക്കെ ഇറങ്ങിയ സമയമാണ്. ഇന്നലെ നീട്ട മഞ്ഞ ചുരിദാറ്. കോളേജിനകത്തേക്ക് പോയാണ്. ഓർമ്മകൾ ഇവിടുത്തെ ചാപ്പൽ സർവീസ് ആണ്. മിക്ക ദിവസവും 9:15 ഇവിടെ SCMന്റെ നേതൃത്വത്തിൽ ചാപ്പലിൽ ആരാധന ഉണ്ടായിരിക്കുന്നതാണ്. അതിനൊക്കെ ക്രമമായിട്ട് പങ്കെടുക്കുന്നത് ഓർക്കുന്നത് നമ്മളുടെ പഴയ ഓഡിറ്റോറിയമാണ്. ഓർമ്മ കാണുമെന്നറിയാം. പിന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഇരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ. ഇങ്ങനെ വന്നങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അതൊരു ഫീലാ. അല്ലേ മോനാച്ച? ഇനി ഇവിടെ വന്നിരിക്കും. ഈ മരങ്ങളുടെയൊക്കെ ആ ഒരു എന്തുവാ ശീതള അതിമനോഹരമായ നിമിഷങ്ങളാണ്. ഇങ്ങനെ ഒറ്റ ഇരിപ്പാണ് ഇരിക്കുന്നത്. 3:30 കോളേജ് വിട്ട് കഴിഞ്ഞാൽ ഒരു 4:15 വരെ ഇവിടെ ഇരുന്ന് എല്ലാവരും യാത്ര അയച്ചിട്ടേ നമ്മള് പോകത്തോളായിരുന്നു. ലാസ്റ്റ് വണ്ടിയും പോയി കഴിഞ്ഞാൽ നേരെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്നത്. പിന്നെ കളിയാ. ഇത് ഹിന്ദി ബ്ലോക്ക്, കൊമേഴ്സ് ബ്ലോക്ക്, ബികോം ഒക്കെ തുടങ്ങിയപ്പോൾ ബികോമിന്റെ ക്ലാസ് ഇപ്പോൾ ഇവിടെയാണ് നടക്കുന്നത്. കമ്പ്യൂട്ടർ സെന്റർ എന്നൊക്കെയാണ് നടക്കുന്നത്. ഹിന്ദി ഡിപ്പാർട്ട്മെന്റ് എല്ലാം മറന്നു. അവിടെ പണ്ട് റൂം നമ്പർ 44 ഉണ്ടായിരുന്നു. ഓപ്പൺ റൂം ആയിരുന്നു. ഞങ്ങൾ രാത്രിയിലൊക്കെ അവിടെ വന്നിരിക്കുന്ന അതേയാണ്. ഞാനാണിപ്പോൾ ഇവിടുത്തെ കോളേജിലെ പ്രധാനപ്പെട്ട സെക്യൂരിറ്റി സ്റ്റാഫ്. പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു വീഡിയോ ചെറുതായിട്ട് കൊടുക്കും. സാറ് മാത്സിന്റെ ഹെഡാണ്. മാത്സിന്റെ ഹെഡാണ്. ഞാൻ മാത്സിന്റെ സ്റ്റുഡന്റ്. നമ്മളൊന്ന് പരിചയപ്പെട്ടത്. അതെ. കോളേജിന്റെ മെയിൻ ഓഫീസ്. ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഇവിടെ പൈപ്പ് ഞങ്ങൾ കളി കഴിഞ്ഞ് വന്ന ആ പൈപ്പ് ആണ്ടാ പൈപ്പ് തന്നെ. നല്ല തണുത്ത വെള്ളം അങ്ങോട്ട് കുടിക്കുന്ന മനോഹരമായ ഓർമ്മകളാണ്. ഇതാണ് മർത്തോമ കോളേജിന്റെ മെയിൻ ക്യാമ്പസ്. മോനാച്ച പോലെ നമ്മള് അതൊക്കെ ക്ലോക്ക് റൂം എന്ന് പറഞ്ഞ മുമ്പിൽ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. ഡെയിലി ആക്ടിവിറ്റീസ് കാണിക്കും. പ്രിൻസിപ്പളിന്റെ റൂമാണ്. പല നാടകീയ മുഹൂർത്തങ്ങൾക്കും അരങ്ങ് കുറിച്ചിട്ടുള്ള ഒരു വേദിയാണിത്. ഈ കയറ്റുവായ നമ്മുടെ ഓർമ്മയിലുള്ളതാണ്. പണ്ട് തൊട്ട് കയറ്റുവാന്റെ കാലഘട്ടം തൊട്ടുള്ള കയറ്റുവായാണിത്. കൂടെ വന്നിട്ട് ശരിക്കും കാല് തൂത്തേച്ച് അകത്ത് കയറാവും. അല്ലെങ്കിൽ സാർ ആദ്യം നോക്കുന്ന ചള്ളക്കകത്ത്. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണ്. ഇന്റഗ്രേഷൻ, ഡിഫറൻഷിയേഷൻ, കാൽക്കുലസ്, സൈൻ തീറ്റ, സൈൻ സ്ക്വയർഡ് തീറ്റ പ്ലസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു 1. 1 മൈനസ് കോസ് സ്ക്വയർഡ് തീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ. ഈ ഇടനാഴികളിൽ റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac/2a. ഡിസ്ക്രിമിനന്റ് ഓഫ് എ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇവിടെ ഗണിതശാസ്ത്രമാണ് മുഴങ്ങി കേൾക്കുന്നത്. ഇത് MSc ക്ലാസ് ആണ്. ഞാൻ MSc ഇവിടെ പഠിച്ചിട്ടില്ല. ഇതായിരുന്നു ഞങ്ങളുടെ BSc ഫൈനൽ ഇയർ ക്ലാസ്. ഇപ്പൊ അത് MSc ക്ലാസ് ആക്കി. എന്റെ മാതാവ് ഇവിടെ പഠിച്ചതാണ്. അമ്മ ഇവിടെ പഠിച്ചതാണ്. അത് 1971 72 എങ്ങാണ്ടാണ്. ഇത് ഞങ്ങളുടെ BSc മാത്സ് ക്ലാസ് ആയിരുന്നു. BSc മാത്സ് ഇവിടെയാണ് ഒരു വർഷം അടിച്ചു തകർത്തത്. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പല ക്ലാസ് നടക്കുന്നതിന് ഞങ്ങള് ഇരിപ്പ് ഇവിടെ ഇരിക്കും. ഇവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞാനിവിടെ ഇരിക്കട്ടെ. ഞാനും ഈ കലാലയത്തിൽ ഒന്ന് ലൈബ്രറിയിൽ ആരൊക്കെ അത് പഴയ ലൈബ്രറിയിൽ പഴയത് തന്നെ. ലൈബ്രറി എവിടെയാണ്? സാറുമാരെ പ്രിൻസിപ്പളിനെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന സ്ഥലം
മഴ പെയ്യുമ്പോൾ കയറി നിൽക്കുന്ന സ്ഥലം ഇങ്ങനെയൊക്കെയാണ് പലർക്കും ലൈബ്രറി. പക്ഷേ ഇത് സാൻജാന്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായ ഒരു കളക്ഷൻ ഉണ്ട് ഇതിനകത്ത്. ഈ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മിക്ക ബുക്കുകളും, പ്രത്യേകിച്ച് സിവിൽ സർവീസ് പരീക്ഷയ്ക്കൊക്കെ പങ്കെടുക്കുന്നവർക്ക് ആവശ്യമുള്ള എല്ലാ ബുക്കുകളും ഞാനൊരു 4-5 വർഷം മുമ്പ് ഇതിനകത്ത് കയറി നോക്കിയതാണ്. ഇറ്റ്സ് ആൻ അമേസിംഗ് കളക്ഷൻ ഓഫ് ബുക്സ്. പക്ഷേ സാൻജാന്റെ ഒരു കംപ്ലൈന്റ് ഇതാണ്, ഈ ബുക്ക് ആരും തൊടുന്നില്ല. പ്രിലിമിനറി പാസ്സാകാൻ ഏറ്റവും പറ്റിയ ബുക്കുകളാണ്. പ്രിലിംസും മെയിൻസും എല്ലാം പാസ്സാകാനുള്ള. ഇവിടെ ഇരുന്ന് 3 വർഷം കൊണ്ട് സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ എയർ സ്റ്റേജ്. ഇവിടെ കോളേജിലെ ഗാനമേളയൊക്കെ നടക്കുന്ന ഇവിടെ നിന്ന് ചുള്ളന്മാരങ്ങ് ഡാൻസ് തുടങ്ങും. ഒന്നേതാ മുക്കാല മുക്കാബുല, എല്ലാ സ്റ്റെപ്പും ഡാൻസാ. ലൈല ഓ ലൈല ഓ, ഇറ്റ്സ് റിയലി ഓസം ആൻഡ് അമേസിംഗ്. വളരെ നൊമ്പരത്തോടു കൂടിയാണ് അതൊക്കെ ഓർക്കുന്നത്. ഇത് കോളേജിന്റെ 4 ഘട്ടം എന്നൊക്കെ പറയാം. ഇവിടെയായിരുന്നു ഞങ്ങളുടെ സെക്കൻഡ് പ്രീ ഡിഗ്രി ബി ബാച്ച്. ഈ ക്ലാസ്സിലായിരുന്നു. ഇവിടെയായിരുന്നു ഞങ്ങൾ സെക്കൻഡ് ഇയർ പ്രീ ഡിഗ്രിക്ക് പഠിച്ച്. അതൊക്കെ ഭയങ്കര വാക്കുകളൊന്നും കിട്ടുന്നില്ല. കോളേജ് എല്ലാത്തിനുമുള്ള വേദിയായിരുന്നു. ഇവിടെ കഥയുണ്ട്, കവിതയുണ്ട്, രാഷ്ട്രീയമുണ്ട്, സമരമുണ്ട്, പരിസ്ഥിതിയുണ്ട്, സിനിമയുണ്ട്, പുസ്തകം വായനയുണ്ട്, ചിന്തകളുണ്ട്, തർക്കങ്ങളുണ്ട്, ആർട്സ് ക്ലബ്, പ്രേമമുണ്ട്, ഉഴപ്പുണ്ട്, മഴയുണ്ട്, തണുപ്പുണ്ട്, റാങ്ക് നേടുന്ന കുട്ടികളുണ്ട്. എല്ലാത്തിനും പറ്റിയ ഒരു സ്ഥലമായിരുന്നു മാർത്തോമ കോളേജ്. മാർത്തോമ കോളേജിലുള്ള ഒരു വളരെ പ്രശസ്തമായ ഒരു സംഘടനയാണ് ബ്രെയിൻസ് ട്രസ്റ്റ്. എല്ലാ വർഷവും എൻട്രൻസ് ടെസ്റ്റിൽ കൂടെയാണ് അതിനകത്ത് 30-35 കുട്ടികളെ എടുത്ത് 100 പേരോളം മെമ്പർഷിപ്പ് ഉണ്ട്. വളരെ സജീവമായിട്ട് നടക്കുന്ന ഒരു സംഘടനയായിരുന്നു ബ്രെയിൻസ് ട്രസ്റ്റ്. അതിൽ 35 പേരുണ്ടെങ്കിലും 350 പേര് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. ആണാണ് സുവോളജി ഡിപ്പാർട്ട്മെന്റ്. അതൊക്കെ ഇപ്പൊ അവിടെ ഒരു ബോയ്സിന്റെ ബാത്റൂം ഒക്കെ അവിടെ ആയിരുന്നു. ബാത്റൂം ഒന്നും പറയാനില്ല, വിദ്യയൊക്കെയാ. ബാത്റൂമിനകത്തൊന്നും ആരും കയറത്തില്ല. ഇതിന്റെ അപ്പുറത്തോട്ട് വേറൊരു ബ്ലോക്ക് ഉണ്ട് കെമിസ്ട്രിയുടെ ഒക്കെ. അങ്ങോട്ട് ഇപ്പൊ ഇന്ന് പോകുന്നില്ല, ഇത്രയും നിർത്തുകയാണ്. ഇതൊരു ചെറിയ സാമ്പിൾ വീഡിയോയാണ്. പഴയൊരു പിന്നെ വേറെ പണ്ട് ഞങ്ങൾക്ക് മുയലിനോട് ഭയങ്കര മുയൽ വളർന്നോണ്ടിരുന്ന വരുമ്പോ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും. ഞങ്ങളിങ്ങനെ പോകുമ്പോ കാൽ മടക്കി അതിന്റെ ഓർമ്മയ്ക്കായിരിക്കും കാൽ മടക്കി ഇങ്ങനെ ഒരു ഇവിടെ മുഴുവൻ ഈ ഫോറസ്റ്റാ, മനം പോലെ. ഞങ്ങൾ അതിനകത്തോട്ട് ഇതിനെ തള്ളി ഓടി. ഒരു പണ്ടത്തെ ഒരു വിപ്ലവ ഗാനമാണ്. ഇവിടെ സമരകാലത്തൊക്കെ ഞങ്ങൾ രാത്രിയിലൊക്കെ ഇരുന്ന് പാടുന്ന ഒരു പാട്ടാണ്. ഗോതമ്പിൻ വയൽ കൊയ്യാനെത്തും പഞ്ചാബിൻ പിഞ്ചോമനകൾ, അവരുടെ അടിമ ചങ്ങല തല്ലി തകർത്തതല്ലോ ഈ ശക്തി, അവരുടെ അടിമ ചങ്ങല തല്ലി തകർത്തതല്ലോ ഈ ശക്തി. അങ്ങനെ മനോഹരമായ ഓർമ്മകളാണ് മാർത്തോമ കോളേജിനെ കുറിച്ച് ഉള്ളത്. ക്യാമറാമാൻ ഷെറിലാണ് അതിഭംഗിയായിട്ട് ഇതൊക്കെ ഷൂട്ട് ചെയ്ത്. ഷെറിൽ എന്ത് പറയുന്നു? ഇപ്പൊ കോളേജ് എങ്ങനെ ഉണ്ട്? പഴയ ഓളമൊക്കെ ഉണ്ടോ? പിന്നെ കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകും. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, വി ആർ. പിന്നെ 1 മണിക്ക് 12 ആകുമ്പോഴത്തേക്ക് ഇതുണ്ടല്ലോ. താങ്ക് യു. കൂടുതൽ പറയാൻ വാക്കുകളില്ല. സൈനിങ് ഓഫ്.